അടിപൊളി. നിങ്ങളൊക്കെ ഏറ്റെടുത്തോ? സൂപ്പർ സൂപ്പർ. ലാലേട്ടൻ ദിലീപേട്ടൻ അടിപൊളിയായിട്ട് പഠിച്ചു. സൂപ്പർ സിനിമ. അങ്ങനെയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എങ്ങനെയുണ്ട് ഇതിനകത്ത് കാണുമ്പോൾ? നല്ല അടിപൊളി. BGM ലാലേട്ടൻ സ്റ്റൈൽ റോമാൻസ് അതൊക്കെ അടിപൊളി. അടിപൊളി. വേറെ ലെവൽ. ഇതുപോലെ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. വേറെ ലെവലിലെ ലോജിക്ക് നോക്കിയിട്ട് മാർക്കാന്റണി ഉൾപ്പാട് ലെവലില് വേറെ രീതി ചെയ്തിട്ടുണ്ട്. മോഹൻലാല് എന്റെ പറയാനില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പടം കണ്ട് 3 മണിക്കൂർ തിയേറ്ററിൽ എനിക്ക് കൈയടിക്കണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ വന്ന് കാണും. പടം ബ്ലോക്ക് ബസ്റ്റർ ക്രിസ്മസ് തൂക്കി ക്രിസ്മസ് തൂക്കി. തിയേറ്ററിനുള്ളിൽ ഒരു പൂരപ്പറമ്പ് പോലെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല. പടം വേറെ ലെവൽ. കംബാക്ക് ദിലീപേട്ടന്റെ കംബാക്ക്. ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ വേറെ ലെവൽ. 100 കോടി 100% ഷുവറാണ്. ആണ് ലാലേട്ടൻ കണ്ട് എന്തായാലും 100 കോടി അടിക്കും. ആ രീതിയിലാണ്. ഒന്നും പറയാനില്ല. ഒരു എന്റർടൈൻമെന്റ് അല്ല, ഇതിന്റെ സിനിമയുടെ ലാസ്റ്റ് പറയുന്ന പോലെ തന്നെ OG അഴിഞ്ഞാട്ടം തന്നെ പറയാൻ പറ്റുമോ? അഴിഞ്ഞാട്ടം തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. സംഭവം പൊളിച്ചേക്കാണ്. ഈ അഴിഞ്ഞാട്ടത്തിന് ആ രീതിയിലാണ് അഴിഞ്ഞാട്ടാണ്. തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ആഘോഷിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബോറ സീനുകളൊന്നുമില്ല. ഒരു എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, ചേച്ചി സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു. ഒരു തിയേറ്ററിൽ ആഘോഷിച്ച് നമുക്ക് അർമാദിച്ചിറങ്ങാൻ പറ്റിയൊരു തീർച്ചയായിട്ടും ദിലീപേട്ട ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാട് ഹാപ്പി. അപ്പൊ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. മാസം പടമാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും ക്രിസ്മസിന് തകർക്കുക. നമ്മുടെ സ്വന്തം ഒരുപാട് സന്തോഷം. ഇതിനേക്കാൾ അടിപൊളി പെർഫോമൻസ് ആണ്. ദിലീപ് വേറെ ലെവൽ പെർഫോമൻസ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു പെർഫോമൻസ് ദിലീപ് കണ്ടില്ല. ലാലേട്ടന്റെ മാസം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ദിലീപിന്റെ അങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടില്ല. അടിപൊളിയായിരുന്നു. അഴിഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. 2 ഫാൻസ് ഒരേപോലെ 2 ഫാൻസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ലെവലിൽ കൊണ്ടുപോയിരുന്നു. അടിപൊളി. സിനിമയില് ടോട്ടലി വൈബാണ് സിനിമ. അതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതില് പടം പറയുമ്പോ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നോ ലോജിക്. ആ ലോജിക് ഇല്ലാതെ പടം കണ്ടോളൂ. അത് പടം എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് ആ എന്റർടൈൻമെന്റ് ആണ്. തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഒരു ലാഭോ ഒന്നും തോന്നിപ്പിക്കാതെ ടോട്ടലി എന്റർടൈൻമെന്റ് മൂവിയാണ്. പ്രത്യേകിച്ച് ഫാൻസിന്, ദിലീപ് ഫാൻസ്, മോഹൻലാൽ ഫാൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടും. മോഹൻലാലിനൊക്കെ പ്രത്യേകം വളരെ യൂസ് ചെയ്തിട്ടുണ്ട്. മാസം എന്ന് പറഞ്ഞാൽ 16 മാസമാണ് മോഹൻലാൽ എടുത്ത് കാണിച്ചത്. ദിലീപിനും അതുപോലെ തന്നെ ഇതുവരെ ദിലീപ് ചെയ്യാത്ത സ്പെഷ്യൽ റോളാണ്. അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഒരു വൈബ് എന്ന് പറയാൻ പറ്റൂലേ. അത് കണ്ടറിഞ്ഞ് അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് അനുഭവിക്കേണ്ട സംഭവം തന്നെയാണ്. രണ്ടുപേരും കൂടി മാസാക്കിയൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് മാസാക്കിയൊക്കെയാണ്. പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് പൊളി. 1 പൊളി എന്നൊക്കെ പറയില്ലേ, 1 പൊളി പൊളിച്ചേക്കാണ്. എല്ലാവരും തിയേറ്ററിലൊന്ന് കാണാം. പൊളി എന്ന് പറഞ്ഞാൽ 1 പൊളി. കംബാക്ക് മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ടന്റെ? തിയേറ്ററിൽ എത്രത്തോളം നമുക്ക് ഇതാ, കാരണം ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു അഴിഞ്ഞാട്ടത്തിന് മുകളിൽ വെക്കാൻ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാവുമോ? ഇതിനേക്കാൾ അപ്പുറത്തേക്ക് തിരിച്ചു വരും. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വരാൻ കിടക്കുക. ചേട്ടാ, ദിലീപേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാ സാധാരണക്കാരും ആഗ്രഹിക്കുന്നത് ദിലീപേട്ടൻ. ആ ദിലീപേട്ടൻ നമുക്ക് കിട്ടി. ഇനി നല്ല നല്ല സിനിമകൾ തീർച്ചയായിട്ടും